മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനായി നിയുക്ത MLA സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു. പര്യടനത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരും വോട്ടർമാരും ചേർന്ന് വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് നൽകുന്നത്. മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും സഖാവിനെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും സഖാവിനെ സ്വീകരിക്കണം. നിങ്ങളിവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സഖാവ് നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. മെയ് 8 രാവിലെ പൂമലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മുളങ്കുന്നത്തുകാവ്, തെക്കുംകര ഗ്രാമപഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭ പരിധിയിലുമുള്ള വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട നന്ദി അറിയിച്ചു. പര്യടനം രാത്രി നഗരസഭ പരിധിയിലെ പടിഞ്ഞാറക്കരയിൽ സമാപിച്ചു. പര്യടനത്തിന്റെ രണ്ടാം ദിനമായ മെയ് 9 പുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് അവണ്ണൂർ, കോലഴി ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി സംഘം സെന്ററിൽ പര്യടനം സമാപിച്ചു. വിജയത്തിന് പിന്തുണ നൽകിയ വോട്ടർമാരെ നേരിൽ കാണാനാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടാം തവണയും ഞാൻ മത്സരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ജനവിധി നേടുകയുണ്ടായി. എന്നെ ചേർത്ത് പിടിച്ച് വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നാട്ടിലെ പ്രവർത്തകർ, മുഴുവൻ പ്രവർത്തകരും സജീവമായി രാപ്പകലത്തിയോളം പ്രവർത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നടത്തിയ എല്ലാ ഇടപെടലുകളും പ്രിയപ്പെട്ടവരെ ചുറ്റിയ എരിവാ നക്ഷത്ര മലയാളത്തിലോട്ട് രേഖപ്പെടുത്തിയത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നന്ദി, നന്ദി. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞാൻ വടക്കാഞ്ചേരി MLA എന്ന നിലയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പട്ടയം ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്നിൽ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായും കഴിഞ്ഞ 5 കൊല്ലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഈ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഞാൻ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ ഉറപ്പു നൽകുകയാണ്.